എന്താണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ? ഉത്തർപ്രദേശിലെ കാൺപൂർ സെപ്റ്റംബർ 4 നബിദിനത്തിൽ റാവത്പൂർ ഏരിയയിൽ നടന്ന ഘോഷയാത്ര. മൊഹല്ല സയ്യിദ് നഗർ പ്രദേശത്തെ ജാഫർ വാലി ഗലിയിൽ നിന്നാണ് ആ സ്പാർക്ക് ഉണ്ടായത്. അതാണ് വൈറൽ വീഡിയോകളും പോസ്റ്റുകളും ഹാഷ്ടാഗുകളുമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. യുപിയിൽ തുടങ്ങിയ ഐ ലവ് മുഹമ്മദ് വിവാദം ഉത്തരാഖണ്ഡ്, തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങി ഉത്തരേന്ത്യയിൽ കത്തിപ്പടരുകയാണ്. ഒരു ഭാഗത്ത് പ്രവാചകനെ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യം. വിശ്വാസ പ്രകടനങ്ങളെ പ്രകോപനപരമായി കാണുന്നത് എന്തുകൊണ്ടാണെന്നാണ് അസദുദ്ദീൻ ഒവൈസി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ഐ ലവ് മഹാദേവ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് ദേശവിരുദ്ധത? ഇത് എന്ത് തരത്തിലുള്ള അക്രമത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. പ്രണയം എന്ന വാക്കിനോട് എന്തിനാണ് പ്രശ്നം? ഈ ആളുകൾക്കായി മുഗളി അസമിലെ മൊഹബത്ത് സിന്ദാബാദ് ഗാനം പ്ലേ ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ PM മോദി പോസ്റ്റർ ഉണ്ടാകാമെങ്കിൽ ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ എന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്നും ഒവൈസി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം മതസ്വാതന്ത്ര്യം ഒരു മൌലികാവകാശമാണ്. ഇതിൽ എന്താണ് ദേശവിരുദ്ധം? ഇതിൽ ഏത് ഭാഗമാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? ലോകത്ത് മറ്റെന്തിനേക്കാളും പ്രവാചകൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നതുവരെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം പൂർണ്ണമാകില്ല. ഇതിനെ എതിർക്കുന്നതിലൂടെ നിങ്ങൾ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. യുപിയിൽ